لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم ولو أن أهل الكتاب آمنوا واتقوا لكفرنا عنهم سيئاتهم ولأدخلناهم جنات النعيم صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. വിശുദ്ധ റമളാൻ സമാഗതമായ പശ്ചാത്തലത്തിൽ ആരാധനകളിലൂടെ നേടിയെടുക്കേണ്ടുന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ഖുതുബയിലെ ഇതിവൃത്തം നാം ശ്രദ്ധിച്ചത്. ആരാധനകൾ ലക്ഷ്യങ്ങളല്ല എന്നും ഇസ്ലാമിൽ അല്ലാഹു നിശ്ചയിച്ചു തന്ന ഇബാദാത്തുകൾ നാം എത്തിപ്പെടേണ്ടുന്ന ലക്ഷ്യം കരഗതമാക്കാനുള്ള മാർഗങ്ങളാണ് എന്നും തിരിച്ചറിയുന്നിടത്താണ് ആരാധനകളിലൂടെ ഒരു വിശ്വാസി വിജയം വരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാകാതെ പോയ ഒരു കാലഘട്ടത്തിൽ ഇബാദാത്തുകളെ അഥവാ ആരാധനകളെ ലക്ഷ്യമായി കാണുകയും അത് നന്നായി നിർവഹിക്കുന്നതിൽ ആത്മസംതൃപ്തി അടയുകയും അത് ഭംഗിയായി ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ എല്ലാം തികഞ്ഞു എന്ന് ധരിക്കുകയും ചെയ്യുന്ന, മറുഭാഗത്ത് അത് മുഖേന നേടേണ്ട ലക്ഷ്യം വിസ്മരിച്ചു പോയതുകൊണ്ട് ജീവിതത്തിൽ സവിശേഷമായ ഒരു വ്യതിരക്തതയും ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം മാറിക്കഴിഞ്ഞിരിക്കുന്നു. സവിശേഷമായ ഒരു ആരാധന മുമ്പിൽ വന്നു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ ഇബാദാത്തുകളും ഈ സമയത്ത് പുഷ്കലമാകുന്നു എന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധയോടെ ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ഈ സവിശേഷമായ ഊന്നൽ നമ്മുടെ മനസ്സിൽ തറഞ്ഞു നിൽക്കേണ്ടതുണ്ട്. ആരാധനകളിലൂടെ ആർജിക്കേണ്ടുന്ന ലക്ഷ്യം തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം എന്നതാണ്. നേർക്കുനേരെയുള്ള തെളിവ് വിശുദ്ധ ഖുർആനിൽ റമളാനുമായി ബന്ധപ്പെടുത്തി നമുക്ക് പരിചയമുള്ള സൂക്തം തന്നെ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ,
കുത്തിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് വ്രതം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ജനപദങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്നവർ ആകേണ്ടതിന്. ഇതാണ് ആരാധനകളിലൂടെ നേടേണ്ട ലക്ഷ്യം. ആ ലക്ഷ്യത്തെക്കുറിച്ച്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തെക്കുറിച്ച്, അவ்விധമുള്ള ഒരു ജീവിതക്രമം സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു മാലോകരെ ഉത്ബോധിപ്പിച്ചത്. വിശ്വാസികളെ പേരെടുത്ത് അനുദിനം ഇക്കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും. വെള്ളിയാഴ്ച ജുമയുടെ നിർബന്ധമായ ഒരു ഘടകമാണ് തഖ്വ കൊണ്ടുള്ള വസിയത്ത്. മിമ്പറിൽ നിന്ന് എല്ലാ ആഴ്ചയും നാം സാധാരണ കേൾക്കുന്ന ഒരു സൂക്തമുണ്ട്, കേട്ട് നമുക്ക് പരിചിതമായ സൂക്തം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത് പ്രകാരം അവന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, അവന്റെ കൽപ്പനക്ക് പൂർണ്ണമായും വഴിപ്പെടുന്നവരായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോവരുത് എന്ന്. ഇത് നിരന്തരം ആവർത്തിക്കപ്പെടാനുള്ള ന്യായം തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാകുന്ന ലക്ഷ്യത്തെ ഓർമ്മപ്പെടുത്തുക എന്നതാണ്. ഈ തഖ്വ ആർജിച്ചെടുക്കാൻ വിശ്വാസികളെ അള്ളാഹു ആഹ്വാനം ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ ഈ തഖ്വയിലേക്ക് മനുഷ്യരെ നയിക്കാനും തെളിക്കാനും വേണ്ടി വന്ന വേദഗ്രന്ഥമാണെന്നും ഇസ്ലാമിലെ ഇബാദാത്തുകൾ ഈ ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ ക്രമപ്രവൃത്തമായി വളർത്തുന്ന കൃത്യമായ മാർഗങ്ങളാണ് എന്നും കഴിഞ്ഞ ഖുതുബയിൽ നാം ശ്രവിച്ചു. അவ்விധം വ്യക്തി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ ലഭ്യമാകുന്ന നേട്ടങ്ങളെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയുടെ അവസാന വർത്തമാനം. അതിന്റെ തുടർച്ചയിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ഖുതുബയിലെ പ്രതിപാദനം. ഈ വിധം അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ, കൽപ്പനാ നിരോധങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് അള്ളാഹു നൽകുന്ന നേട്ടങ്ങളിൽ 3 നാം കേട്ടുകഴിഞ്ഞു. ഒന്ന്, അവരുടെ ജീവിതത്തിൽ അള്ളാഹു ഒരു മഖ്റജ്, ഒരു തുറസ് നൽകുമെന്നാണ്. അവർക്ക് കുടുസ് അനുഭവപ്പെടുകയില്ല. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അള്ളാഹു ജീവിതത്തിൽ തുറസ് നൽകും. അവരുടെ മുമ്പിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാവില്ല, പ്രതിസന്ധികൾ ഉണ്ടാവില്ല. രണ്ടാമത്തേത്, അത്തരം വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എല്ലാം എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. മൂന്നാമത്തേത്, അவ்விധം വിധിവിലക്കുകളെ, കൽപ്പനാ നിരോധങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ ഏത് വിഷയത്തിലും ഒരു ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവും ഉൾവില്ലയും നാഥൻ നൽകുമെന്ന്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ യജ്അൽ ലക്കും ഫുർഖാന, അവൻ നിങ്ങൾക്ക് ഫുർഖാൻ, ധർമാധർമ്മങ്ങൾ, സത്യാസത്യങ്ങൾ, നീതിയും അനീതിയും, നേരും നെറിയും വേർതിരിയുന്ന അതിർവരമ്പുകളെ നിങ്ങൾക്ക് നൽകുമെന്നാണ്. അപ്പോൾ കൃത്യമായ വെളിച്ചത്തോടെ വഴികേടിൽപ്പെട്ടു പോവാതെ, ശിർക്കൻ, അന്ധവിശ്വാസ, അനാചാര മേഖലയിലേക്ക് ചെന്ന് ചേടാതെ അള്ളാഹുവിന്റെ ഉത്തമദാസനും ദാസിയുമായി ജീവിക്കാൻ കഴിയുമെന്ന് സൂറ അൻആം. ഈ 3 നേട്ടങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ അവസാനമായി പറഞ്ഞു വെച്ചത്. നാലാമതായിട്ട് വിശുദ്ധ ഖുർആൻ ഈ ആരാധനകളിലൂടെ നേടിയെടുക്കേണ്ടുന്ന ലക്ഷ്യം യഥാവിധി കരഗതമാക്കി കഴിഞ്ഞ വിശ്വാസിക്ക് നൽകുന്ന ഏറ്റവും വലിയ നേട്ടമായിട്ട് പറയുന്നത് അവന്റെ കൂടെ, അവരുടെ കൂടെ തമ്പുരാൻ ഉണ്ടാകുമെന്നാണ്. അള്ളാഹുവിന്റെ പിന്തുണ ജീവിതത്തിൽ ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ അവൻ ഒരിക്കലും വഴിതെറ്റുകയുമില്ല, പരാജയപ്പെടുകയുമില്ല, ഇഹലോകത്ത് കുടുങ്ങുകയില്ല, പരലോകത്തോ അവൻ ശരിയായ വഴിയിൽ ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും എന്ന് മഹാരഥന്മാരായ മുഫസ്സിരിങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെയാണ് ഉണ്ടാവുക. അവന്റെ ആളുകളാണെന്ന് പറയുകയും
അവന്റെ വിധിവിലക്കുകളെ, നിയമശാസനകളെ മാറ്റി നിർത്തിയിട്ട് ഭൗതികന്മാരായോ സ്വാർത്ഥംബരികളായോ താന്തോന്നികളായോ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇബാദാത്തുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് കൊണ്ട് മാത്രം തമ്പുരാന്റെ പിന്തുണ കിട്ടും എന്ന് വിശ്വസിക്കരുത്. ഇത് നേർക്കുനേരെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. നമ്മുടെ സമുദായത്തിന് മനസ്സിലാകാതെ പോയ ഒരു പാഠവും. ആരാധനകളും ദിക്റുകളും ദുആകളും ഖത്മ് തീർക്കലും ഒക്കെ നടത്തുന്നതിന്റെ പിന്നിലെ ഉദ്ദേശ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൂട്ടത്തിലെ ഒരു ശരാശരി വിശ്വാസി പറയും, പടച്ചവന്റെ സഹായം നമുക്ക് വേണം, അതിനു വേണ്ടിയാണ്. അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ടാവണം, അതിനു വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ അവന് തെറ്റുപറ്റിയിരിക്കുന്നു. അവനെ തിരുത്താൻ നമ്മൾ ശ്രദ്ധിച്ചതുമില്ല. വേണ്ടപ്പെട്ടവർ ഈ മർമ്മം പഠിപ്പിക്കുന്നതിന് പകരം ഇന്ന പ്രശ്നങ്ങൾക്ക് ഗുളിക രൂപേണ ഇന്നത് ചെയ്താൽ മതി എന്നിടത്ത് മാത്രം ഉത്ബോധനങ്ങളെ ഒതുക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ആരാധനകളിൽ ശ്രദ്ധിക്കുന്ന ശ്രദ്ധയുടെ 4/1 ജീവിത മേഖലയിൽ കൊടുക്കാൻ കഴിയാതെ പോയ ഒരു തലമുറ മുസ്ലിം സമുദായത്തിനകത്ത് ഉണ്ടെന്ന് അവരെ നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യമാകും. അള്ളാഹു തെളിച്ചും പറയുന്നു, നിശ്ചയം അള്ളാഹു ഇന്ന ആളുകളുടെ കൂടെയാണ് ഉണ്ടാവുക. ആരാണ് അവർ? അവർ അള്ളാഹുവിന്റെ കൽപ്പനാ നിരോധങ്ങൾ പാലിച്ച് ജീവിക്കുന്നവരാണ്. അവർ ഇത്ര സുന്നത്ത് എടുക്കുന്നവരാണ്, ഇത്രയധികം ഉംറ ചെയ്തവരാണ് എന്നൊന്നും ഇസ്ലാം എവിടെയും പഠിപ്പിച്ചില്ല. അത്രയെങ്കിലും പറഞ്ഞാലേ ഗൗരവം ബോധ്യപ്പെടൂ എന്നതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെയാണ് ഉണ്ടാവുക. വല്ലദീനഹും മുഹ്സിനൂൻ, അവരുടെ പ്രത്യേകത അവർ മുഹ്സിനീങ്ങളാണ് എന്നതാണ്. ഇഹ്സാനിന്റെ പരിധിയിൽ എത്തിപ്പെടുന്നവർ, അഥവാ ഇഹ്സാൻ എന്തെന്ന് അറിഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ തിരുസഹാബത്തിന്റെ കൂടെ ഇരിക്കെ സഹാബയെ കിറാം റളിയല്ലാഹു തആല അൻഹും, അവർക്ക് പരിചയമില്ലാത്ത ഒരാൾ നല്ല വെള്ള വസ്ത്രം ധരിച്ച് യാത്രയുടെ അടയാളങ്ങൾ ഏതുമില്ലാതെ സദസ്സിലേക്ക് കയറി വന്നു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടിനോട് മുട്ടുകാൽ ചേർത്ത് ഇരുന്ന് സലാം പറഞ്ഞ ശേഷം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവും പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഉത്തരം ശരിയാണെന്ന് ആഗതൻ സമ്മതിക്കുകയും ചെയ്തു. അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. ചോദ്യം ചോദിക്കുന്നത് അറിയാനാണ്, ഉത്തരം പറയുന്നത് അറിയാനുള്ള ആഗ്രഹത്തെ അറിഞ്ഞുകൊണ്ട് മറുപടി നൽകുക എന്ന കടപ്പാടിന്റെ ഭാഗമാണ്. ആ ഉത്തരം ശരിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉത്തരം ശരിയാണെന്ന് സമ്മതിച്ച് പറയുന്ന ഒരു അതോറിറ്റിയുടെ ഭാവേന ഇരിക്കുന്ന ഈ ആൾ ആരെന്ന് സദസ്സിന് സംശയമുണ്ടായി. പോയി കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്, നിങ്ങളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ ചോദിച്ച 3 ചോദ്യങ്ങളിൽ മൂന്നാമത്തേത് മൽ ഇഹ്സാൻ, പ്രവാചകരെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ പടച്ച തമ്പുരാന് വഴിപ്പെട്ട് ജീവിക്കുക. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, അവൻ നിന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്ന ബോധത്തിൽ നീ ജീവിക്കുക. അള്ളാഹ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടെ ജീവിക്കുക. വൈലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം നീ മറക്കാതിരിക്കുക. ഈ ഒരു ബോധത്തോടെ ജീവിത മൈതാനത്തിൽ എഴുന്നേറ്റ് നിൽക്കുക. അതാണ് ഇഹ്സാനിന്റെ പരിധിയിലേക്ക് ഉയരുക എന്ന് പറഞ്ഞാൽ. നമ്മുടെ ആളുകളുടെ ചെയ്തി കാണുമ്പോൾ ഈ ബോധം പള്ളിയിലും ആരാധനാ സ്ഥലത്തും റമദാൻ മാസത്തിലും ഒക്കെ മതി എന്ന ഭാവേനയാണ്. അതുകൊണ്ട് റമദാനിൽ വേണ്ടാധീനങ്ങളൊന്നും ചെയ്യില്ല. ആ അർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ പ്രകടമാകും. കടകളിൽ അന്വേഷിച്ചാൽ മഫ്തയും നമസ്കാര കുപ്പായവും തൊപ്പിയും ദസ്ബിയും കൂടുതൽ ചെലവാകുന്നു എന്നാണ് കച്ചവടക്കാർ പറയുക. നമസ്കാരത്തിൽ എണ്ണപ്പെരുക്കവും ഉണ്ടാകും. ലൈലത്തുൽ ഖദറിന്റെ രാവായി വരാൻ സാധ്യതയുള്ള രാവുകളും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്നാൽ റോട്ടിൽ നമസ്കാരം നടക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, ഈ ജാഗ്രതയും കാണുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹു നമ്മെ കാണുന്നു എന്നും നാം അവനെ കണ്ടുകൊണ്ട് ജീവിക്കണമെന്നുള്ള ബോധം സീസണലായിട്ട് മാത്രം അനുഭവപ്പെടുന്നു. സഹോദര സമുദായ അംഗങ്ങൾക്ക് രാമായണ മാസവും കർക്കടക്കഞ്ഞിയും കർക്കടക ചികിത്സയും അവർക്ക് ബാധകമായതുപോലെ അതിനപ്പുറത്തുള്ള ഒരു തിരിച്ചറിവിലേക്ക് സമുദായം വളരാൻ ഇനിയും ഒരുപാട് കാലം സഞ്ചരിക്കേണ്ടി വരുമെന്ന്. അപ്പോൾ മുഹ്സിനീങ്ങളായി ജീവിക്കുക എന്നത് ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവേണ്ടുന്ന ഒരു അവസ്ഥയാണ്. അള്ളാഹു നമ്മെ കാണുന്നുണ്ട്, അവൻ ഇത് അറിയും. അവന്റെ കൽപ്പനയെ ധിക്കരിക്കാൻ പാടില്ല. ഞാൻ എവിടെയായിരുന്നാലും അവന്റെ ഇഷ്ടാനിഷ്ടമാണ് പാലിക്കേണ്ടത്.
അതാണ് തഖ്വ എന്ന് പറയുന്ന ബോധം. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ പിന്തുണ കിട്ടുക ഇങ്ങനെയുള്ള മുത്തഖീങ്ങൾക്കാണ്. ആ മുത്തഖീങ്ങളുടെ പ്രത്യേകത വല്ലദീനഹും മുഹ്സിനൂൻ, അവർ ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ കാണുന്നു, അള്ളാഹ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടെ ജീവിക്കുന്നവരാണ് എന്നാണ്. നമ്മുടെ തഖ്വ ഇഹ്സാനിന്റെ പരിധിയിലേക്ക് എത്താറില്ല. നമസ്കാരത്തിൽ വലിയ ജാഗ്രത, മുസല്ലയിൽ പള്ളിയിൽ വലിയ ഇസ്ലാമിൻ്റെതായ രീതിയും ശൈലിയും തഖ്വാബോധവും, റമദാൻ മാസം വരുമ്പോഴും ഹജ്ജ് ഉംറ എന്നീ ആരാധനകളോട് നാം നേർക്കുനേരെ ബന്ധപ്പെടേണ്ടി വരുമ്പോഴും വലിയ സൂക്ഷ്മതയും ജാഗ്രതയും സാധ്യമാകുന്നു. അത് ഒരർത്ഥത്തിൽ ഗുണകരമായ ഒന്നാണ്. പക്ഷെ അതിന് അല്പായുസ്സേ ഉള്ളൂ. ജീവിതത്തിന്റെ ബാക്കിയുള്ള രംഗങ്ങളിൽ ഈ ജാഗ്രത കാണാതെ വരുന്നത് കൊണ്ടായിരിക്കണം തഖ്വയെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പിന്തുണ മുത്തഖീങ്ങൾക്കാണെന്ന് പറഞ്ഞിടത്ത് ആ മുത്തഖീങ്ങൾക്ക് ഒരു വിശേഷണം പറഞ്ഞു, ഒരു സിഫത്ത്, ഒരു ഗുണവിശേഷം. വല്ലദീനഹും മുഹ്സിനൂൻ, അവർ ഏത് സമയത്തും എല്ലായ്പ്പോഴും അവിടെ രാവിലും പകലിലും ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ തമ്പുരാനെ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന്. എല്ലായിടത്തും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പാലിച്ച് ജീവിക്കാൻ കഴിയുന്നത് ഈ അർത്ഥത്തിൽ ഇഹ്സാനിന്റെ പരിധിയിലേക്ക് വളരുമ്പോഴാണ് എന്നും, അവിധം ഇഹ്സാനിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്നവർക്കാണ് അള്ളാഹുവിന്റെ പിന്തുണ കിട്ടുക എന്നും ഈ ആയത്ത് കൃത്യമായിട്ട് പറയുന്നു. തഖ്വ, ഇഹ്സാൻ എന്ന ഖുർആനിൽ രണ്ട് സാങ്കേതിക ശബ്ദങ്ങളെയാണ് ഈ ആയത്ത് പ്രതിനിധീകരിക്കുന്നത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ. അപ്പോൾ അള്ളാഹുവിന്റെ പിന്തുണ ആർജിക്കാൻ കഴിയുന്നു എന്നതാണ് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്നത് മുഖേന ലഭിക്കുന്ന നാലാമത് നേട്ടം. അഞ്ചാമതായിട്ട് വ്യക്തികൾക്ക് ഇത് മുഖേന നേടാൻ കഴിയുന്ന നേട്ടമായിട്ട് ഖുർആൻ പഠിപ്പിച്ചത് അവർക്ക് അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്ത് അവരെ അനുഗ്രഹിക്കുമെന്നാണ്. സൂറ അത്വലാഖ്. ആരെങ്കിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നു എങ്കിൽ യുകഫിർ അൻഹു സയ്യിആതിഹി, അവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു അവന് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കും. വയുഅ്ളിമു ലഹു അജ്റ, അവന്റെ പ്രതിഫലത്തെ, അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലത്തെ അള്ളാഹു ഇരട്ടിപ്പിച്ചു കൊടുക്കുമെന്നാണ്. അപ്പൊ പാപങ്ങൾ പുറത്തു കിട്ടുക, ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം വർദ്ധിച്ചു കിട്ടുകയും ചെയ്യുക വലിയ നേട്ടമാണ്. ഇരട്ട നേട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഭാഗത്ത് പാപങ്ങൾ ഇല്ലാതായി തീരുന്നു, മറുഭാഗത്ത് ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം വർദ്ധിച്ചു കിട്ടുകയും ചെയ്യുന്നു. അത് മുഖേന അവൻ ഏറെ അനുഗ്രഹീതനായി തീരുന്നു എന്ന് ഈ വ്യക്തികൾ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ ലഭ്യമാകുന്ന അഞ്ചാമത് നേട്ടമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ആറാമതായിട്ട് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തരമായ പ്രതിഫലം ലഭിക്കുമെന്നും ആ പ്രതിഫലത്തിന്റെ ഉടമസ്ഥനായതുകൊണ്ട് സ്വർഗത്തിൽ ഇടം നൽകും എന്നും പഠിപ്പിച്ചിരിക്കുന്നു. ലില്ലദീന അഹ്സനൂ മിൻഹും വത്തഖൗ, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുകയും അവനെ മുമ്പിൽ കണ്ടെന്ന പോലെ ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുണ്ട് അജ്റുൻ അലീം, മഹത്തരമായ പ്രതിഫലമുണ്ട്. സൂറ ആലിമ്രാൻ. തുടർന്ന് ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം, അവിധം ജീവിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് അവിടെ നാഥന്റെ അടുക്കൽ ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങളും സ്വർഗങ്ങളും ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ പാപങ്ങൾ പുറത്തു കിട്ടുകയും ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്യുന്നത് മുഖേന അള്ളാഹുവിന്റെ അനുഗ്രഹ ആശിസ്സുകളാൽ അവർ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. ആ ആളുകൾ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടും. വസീകല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ, സൂറ അസ്-സുമർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകളാകുന്ന മാലാഖമാർ ഇവരെ കൂട്ടിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. വസീകല്ലദീന തഖൗ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്ന ആളുകൾ പരലോകത്ത് നയിക്കപ്പെടും. ഇലൽ ജന്നതി സുമറ, സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എന്തെല്ലാമാണോ ആവശ്യമായിട്ടുള്ളത്, അവന്റെ വലിയ വലിയ ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, അത് ഐഹികവും പാരത്രികവുമായ നേട്ടങ്ങളായി നൽകാൻ അള്ളാഹു തയ്യാറാ. വിശ്വാസി അവന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണം. ആ അവസ്ഥയിലേക്ക് അവനെ ഈ ആരാധനകൾ വളർത്തണം. ഇതാണ് ഇതിന്റെ ബന്ധം എന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് അള്ളാഹുവിന്റെ ജീവിത മാർഗത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ തുറസ്, കുടുസില്ലാത്ത അവസ്ഥ, കാര്യങ്ങൾ എളുപ്പമാവുക. ഒപ്പം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അബദ്ധങ്ങളിൽ പെട്ടുപോകാതിരിക്കാറ് ഫുർഖാൻ,
സത്യാസത്യ വിവേചനത്തിൻ്റെതായ ഒരു ശേഷിയും നൈപുണിയും നമുക്ക് ലഭ്യമാവുക, അള്ളാഹു നിരന്തരം നമ്മുടെ കൂടെ ഉണ്ടാവുക, അവന്റെ കൽപ്പനാനുസാരം ജീവിച്ചതിന്റെ ഭാഗമായി നമുക്ക് സംഭവിച്ചു പോയ വീഴ്ചകൾ അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരിക, നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഇബാദാത്തുകൾ മുതൽ സകലതും അതിന് അള്ളാഹു ഇരട്ടിമേലിരട്ടി പ്രതിഫലം നൽകുക, അതിന്റെ എല്ലാം ഒടുവിൽ അവന്റെ സ്വർഗത്തിലേക്ക് രാജോചിതമായി സ്വീകരിച്ച് ആനയിക്കപ്പെടുക എന്ന ഉദാത്തമായ ലക്ഷ്യം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിച്ചാൽ ഒരു വിശ്വാസിക്ക് കിട്ടും. ഇതിനപ്പുറത്ത് വേറെ എന്ത് വേണം ആനന്ദ ലബ്ധിക്ക് എന്നാണ് വിശ്വാസികൾ ചിന്തിക്കേണ്ടത്. അത് നൽകുന്ന, അതിലേക്ക് നമ്മെ വളർത്തുന്ന, പരിശീലിപ്പിക്കുന്ന ഒരു കാലയളവാണ് റമദാൻ മാസം. റമദാനിന്റെ നേട്ടത്തെക്കുറിച്ച് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഹദീസിലൂടെ പഠിപ്പിച്ച പാഠം ഈ സന്ദർഭത്തിൽ ഓർമ്മയിൽ വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ തഖ്വ ആർജിച്ചെടുക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഈ കാലപരിധിയെ യഥാവിധി ഉപയോഗപ്പെടുത്തി ആ ലക്ഷ്യത്തിലേക്ക് വളരുകയും ആ ലക്ഷ്യത്തിന് കോട്ടം തട്ടാത്ത വിധം അതിനെ മുറുകെ പിടിച്ച് പിന്നീട് തുടരുകയും ചെയ്യാൻ കഴിയുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു 2 സന്തോഷവേള ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ്. ഒരു സന്തോഷവേള നോമ്പ് തുറക്കുമ്പോൾ അവന് അനുഭവപ്പെടുന്ന വല്ലാത്ത ഒരു അനുഭൂതിയാണ്. ലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷവേളകളുണ്ട്. ഫർഹത്തുൻ ഇൻദൽ ഫിത്ർ, ഒരു സന്തോഷവേള നോമ്പ് തുറക്കുമ്പോഴാ. ആ ദാഹിച്ച് അവശനായിരിക്കുന്ന അവസ്ഥയിൽ പ്രദോഷത്തിന്റെ അറിയിപ്പുമായി ബാങ്കൊലികൾ മുഴങ്ങുന്ന സമയത്ത് വെള്ളമോ കാരക്കയോ എന്തോ ആവട്ടെ എടുത്ത് വായിലേക്ക് വെക്കുന്നതോടുകൂടി ആ നാവിലെ രസമുകുളങ്ങൾ ത്രസിക്കുകയും അതിന്റെ ഒരു അനുഭൂതി ആന്തോളനമായി നാടിഞരമ്പിലൂടെ പ്രസരിക്കുകയും ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അത് സന്തോഷകരമായ ഒരു അനുഭവമാണ്. അത് യഥാർത്ഥ നോമ്പുകാരന് ആനന്ദലബ്ധി തന്നെയാണ്. അതാണ് ഒരു സന്തോഷവേള എങ്കിൽ ഇതിന്റെ അനന്തരഫലമായി സംഭവിക്കുന്ന 2ാമത് സന്തോഷം ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി, നാളെ പരലോകത്ത് റബ്ബുൽ ഇസ്സത്തായ നാഥനെ കണ്ടുമുട്ടുമ്പോഴാ. ഇതിനനുസൃതമായി ജീവിച്ചതിന്റെ ഒരു അനുഭവം, അതിന്റെ ഒരു വല്ലാത്ത അംഗീകാരം, അവന് ലഭ്യമാകുന്ന സ്വീകരണം അവരെ സവിശേഷമായി ആദരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹ്ശറിൽ മനുഷ്യർ അങ്ങനെ വേവലാതിപ്പെട്ടും വേവത് പൂണ്ടും ഒന്ന് വിചാരണക്ക് എടുത്ത് കിട്ടിയെങ്കിൽ എന്ന് ആലോചിച്ച് നിൽക്കുന്ന ആ വേളയിൽ പോലും ഒരു പ്രയാസവുമില്ലാതെ ശാന്തിയും സമാധാനവും നുകർന്നുകൊണ്ട് നിൽക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, മാലോകർ കൂടി നിൽക്കെ ഇവർ അംഗീകരിക്കപ്പെടുമെന്ന്, ഒരു വിളിയാളം ഉണ്ടാകുമെന്ന്. ഐന സായിമൂൻ, നോമ്പുകാരെവിടെ? ആ വിളിയാളത്തിന് ഒടുവിൽ നോമ്പിന്റെ ലക്ഷ്യം കരഗതമാക്കി ജീവിച്ച നോമ്പുകാർ, അങ്ങനെയാണ് മുഹദ്ദിസീങ്ങൾ പഠിപ്പിച്ചത്. കേവല നോമ്പുകാരെ കുറിച്ചല്ല, കേവല നമസ്കാരക്കാരെ കുറിച്ചല്ല, കേവലം സമ്പാദനം എങ്ങനെ എന്ന് ചിന്തിക്കാതെ സക്കാത്തും സദഖ കൊണ്ടും പേരെടുത്തവരെ കുറിച്ചല്ല, കർമ്മങ്ങളുടെ ഭാഗമായി കേവലം ഹജ്ജും ഉംറയും നിർവഹിച്ചവരെ കുറിച്ചുമല്ല, അതിലൂടെ നേടേണ്ട നേട്ടം ലക്ഷ്യം ഉൾക്കൊണ്ട് ജീവിച്ചവർ, അവരാണ് ഈ സമയത്ത് എഴുന്നേറ്റ് നിൽക്കുക എന്നാണ്. എല്ലാ നോമ്പുകാരും എഴുന്നേറ്റ് നിൽക്കുമെങ്കിൽ കാനേഷുമാരി മുസ്ലിം സാദാ സീദാ സ്വർഗത്തിലാണെന്ന് പറയേണ്ടി വരും. കയ്യിലിരിപ്പ് മോശമായിരിക്കെ എങ്ങനെ സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിച്ചാൽ ഉത്തരം നമുക്ക് പിടികിട്ടുകയുമില്ല. ഈ വൈരുദ്ധ്യമാണ് തിരിച്ചറിയപ്പെടേണ്ടത്. അതുകൊണ്ട് ലക്ഷ്യം നേടിയെടുത്ത് ജീവിച്ച ആളുകൾ, അവർക്കേ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയൂ. അവർ ഒരു വരിയും നിരയുമായി രൂപപ്പെടുമെന്ന്, ആ വരിയിലും നിരയിലും നിൽക്കുന്നവർ മാലോകരാൽ ശ്രദ്ധിക്കപ്പെടുമെന്ന്, അത് ഏറ്റവും വലിയ അംഗീകാരമാണെന്ന്, അങ്ങനെ മാലാഖമാർ മലായിക്കത്തുകൾ അവരെ നയിക്കും സ്വർഗത്തിലേക്കെന്ന്, അവർക്ക് വേണ്ടി സ്വർഗത്തിന്റെ പ്രത്യേക കവാടമാണ് റയ്യാൻ, ബാബു റയ്യാൻ, അത് തുറന്നു വെക്കപ്പെടുമെന്ന്, അങ്ങനെ അവസാനത്തെ ആളും പ്രവേശിച്ചു കഴിഞ്ഞാൽ ബാബ്, ആ കവാടം അതോടെ അടക്കുകയും ചെയ്യുമെന്ന്. ഇത്രയും വലിയ അംഗീകാരം, ഈ അംഗീകാരം അനുഭവിക്കുന്ന അനുഭൂതിയാണ് 2ാമത്തെ സന്തോഷം. ആ സന്തോഷം ഈ നോമ്പ് മുഖേന കിട്ടുമെന്നും ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വ്യക്തികൾക്ക് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിത മുഖേന ഇഹലോകത്തും പരലോകത്തും ലഭിക്കുന്ന വലിയ നേട്ടമാണ് എങ്കിൽ, സമൂഹം, സമുദായം, രാഷ്ട്രം, ഗ്രാമം, ഗോത്രം, അങ്ങനെയുള്ള ഈ കൂട്ടായ്മ, സാമൂഹികതയുടെ വിവിധ തലങ്ങൾ, ആ സാമൂഹിക ജീവിതത്തിൽ ഉൾച്ചേർന്ന് നിൽക്കുന്ന ഈ സമൂഹം, ഈ കൂട്ടായ്മ ഒന്നടങ്കം പടച്ചവന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിച്ചാലോ അവർക്കും അല്ലാഹു ഇതുപോലെ ഇഹലോകത്തും പരലോകത്തും നേട്ടങ്ങൾ നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഈ ആശയം യഥാവിധി ഉൾക്കൊള്ളാൻ മുസ്ലിം സമുദായത്തിലെ ഓരോ അംഗത്തിനും കഴിഞ്ഞിരുന്നു എങ്കിൽ സമുദായം ഒരേ വികാരത്തോടെ പ്രവർത്തിക്കുമായിരുന്നു,
ഒരേ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുമായിരുന്നു. സാമൂഹ്യ ദ്രോഹികൾ എന്ന ഒന്ന് സമുദായത്തിനകത്ത് ഉണ്ടാകുമായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. സൂറ അഹ്റാഫ് 96-ാമത് സൂക്തം, അതുപോലെ തന്നെ സൂറ അൽ മാഇദ 65 മുതൽ ഏതാനും സൂക്തങ്ങൾ വളരെ കൃത്യമായി ഈ ആശയം നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. വലൗ അന്ന അഹ്ലൽ ഖുറ, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഒരു നാട്ടുകാർ, അഹ്ലുൽ ഖുറ ഗ്രാമവാസികൾ, നാഗരിക സമൂഹം, ജനപദം, ഗോത്രം, സമുദായം, സമൂഹം, രാഷ്ട്രനിവാസികൾ എന്നെല്ലാം അതിന്റെ അർത്ഥമാണ്. അഥവാ സാമൂഹികതയുടെ ഒരു കൂട്ടായ്മയെ കുറിച്ചാണ് പറയുന്നത്. വലൗ അന്ന അഹ്ലൽ ഖുറ, ഒരു നാട്ടുകാർ, ഒരു സമുദായം, ഒരു സമൂഹം, ആമനു വത്തഖൗ, അവർ യഥാവിധി ഈമാൻ ഉൾക്കൊള്ളുകയും തഖ്വ കൈകൊണ്ട് ജീവിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശ ഭൂമികളിൽ നിന്ന് അവർക്ക് മതിയായ ഐശ്വര്യം ഞാൻ തുറന്നു കൊടുക്കുമായിരുന്നു. തമ്പുരാന്റെ ഖജനാവ് തുറന്നിടപ്പെടും അവർക്ക് മേൽ എന്നാണ്. ഇഹലോകത്ത് സുഷുപ്തി, ഇഹലോകത്ത് സന്തോഷം, ഇഹലോകത്ത് ഐശ്വര്യം, ഇഹലോകത്ത് സകല നിഅമത്തുകളും അനുഗ്രഹങ്ങളും ഒരു സമുദായത്തിന് കിട്ടും, ഒരു ഗോത്രത്തിന് കിട്ടും, ഒരു കുടുംബത്തിന് കിട്ടും, ഒരു രാഷ്ട്രത്തിന് കിട്ടും. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് അവനിൽ വിശ്വസിച്ച് ജീവിക്കാൻ തയ്യാറായാൽ എന്നാണ്. നമ്മളിപ്പോഴും വളർച്ചയുടെ മാർഗങ്ങളായി കണ്ടതിൽ ഇത് കണ്ടിട്ടില്ല. സാമ്പത്തികമായി ഉയരണം, അതുകൊണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങണം, വെട്ടിപ്പിടിക്കണം, വാരിയെടുക്കണം. രാഷ്ട്രീയമായി ഉയരണം, അതുകൊണ്ട് എല്ലാ മേഖലയും ചെന്ന് കയറണം. വിദ്യാഭ്യാസപരമായി വളരണം, ഉദ്യോഗസ്ഥത്തിൽ പ്രാതിനിധ്യം വേണം. എല്ലാം വേണ്ടത് തന്നെ, ഒരു സംശയം അക്കാര്യത്തിൽ ആർക്കും വേണ്ട. പക്ഷെ മർമ്മം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇതുകൊണ്ടൊന്നും ഒരു നേട്ടവും ഉണ്ടാവില്ല എന്ന് പറയാൻ ഈ ഖുർആൻ നമുക്ക് ധൈര്യം നൽകും. അള്ളാഹുവിലുള്ള വിശ്വാസവും തഖ്വയും അത് വ്യക്തികൾ മുറുകെ പിടിക്കണം, കുടുംബങ്ങൾ മുറുകെ പിടിക്കണം, സമുദായം മുറുകെ പിടിക്കണം. അങ്ങനെ ഒരു സാമൂഹ്യ ക്രമത്തിലേക്ക് വളരുന്ന ഒരു രാഷ്ട്രമുണ്ടെങ്കിൽ ആ രാഷ്ട്രം അത് മുറുകെ പിടിച്ചാൽ അവർ അജയ്യരായി മാറും. കാരണം അള്ളാഹ് അവർക്ക് ആകാശത്ത് നിന്ന് എല്ലാം തുറന്നു കൊടുക്കുമെന്നാണ്. വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ, ഒന്ന് ഈമാൻ ഉൾക്കൊള്ളണം, രണ്ട് തഖ്വ കൈകൊള്ളണം. ഈമാൻ ഉൾക്കൊള്ളുകയും തഖ്വ കൈകൊള്ളുകയും ചെയ്താൽ ഒരു ഗ്രാമവാസികൾ, ഒരു നാഗരിക സമൂഹം, ഒരു ജനപദം, ഒരു സമുദായം, ഒരു ഗോത്രം, ഒരു കുടുംബം, ഒരു സാമൂഹ്യ ക്രമത്തിന്റെ ഏതേതു തലത്തിലുള്ളവരാവട്ടെ, അവരെല്ലാം അഹ്ലുൽ ഖുറ, അവർ ഈ ആമനു വത്തഖൗ, ഈമാൻ ഉൾക്കൊള്ളുകയും തഖ്വ കൈകൊള്ളുകയും ചെയ്തിരുന്നു എങ്കിൽ. ഈമാൻ എന്നതിന്റെ അർത്ഥം കേവലം വിശ്വാസം എന്നല്ല. അതുകൊണ്ട് മലയാള ഭാഷയിലെ ആ പദാവലി കൊണ്ട് ഈമാൻ എന്ന ഖുർആനിക സാങ്കേതിക ശബ്ദത്തെ വിശദീകരിക്കാനേ കഴിയില്ല. അത് നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയുകയാണെന്നേ പറയാൻ പറ്റൂ. ഈമാൻ എന്നതിന്റെ നിർവചനം മാ വക്കറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ എന്നാണ് അറബി ഭാഷയിൽ പറയുക. മാ വക്കറ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഉറച്ച വിശ്വാസം, വസദ്ദഖഹുൽ അമൽ, അതനുസരിച്ചുള്ള പ്രവർത്തനവും. വിശ്വാസവും ജീവിതവും, വിശ്വാസവും കർമ്മവും, ഐഡിയോളജിയും ജീവിതക്രമവും ഒരുപോലെയാകുന്ന ഒരു തലമുണ്ട്. രണ്ടും പരസ്പരം പൂരകമാകുന്ന, ഒന്ന് ഒന്നിനെ സഹായിക്കുന്ന, രണ്ടും പരസ്പരം ബന്ധിതമായിരിക്കുന്ന, വിശ്വാസത്തിന്റെ താല്പര്യമനുസരിച്ച് ജീവിത മൈതാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ കരുത്തരാകുന്ന ഒരവസ്ഥ, അതിനാണ് ഈമാൻ എന്ന് പറയാ. അவ்விധം ഈമാനിനെ ഉൾക്കൊള്ളാത്തതിനാൽ നമ്മുടെ വിശ്വാസം അടയാളങ്ങളാണ്, സിംബലുകളും ചിഹ്നങ്ങളുമാണ്, ഇബാദാത്തുകളും ദിക്റുകളുമാണ്, ജനന മരണ വിവാഹത്തിലെ പ്രത്യേകമായ ചടങ്ങുകളാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ആദർശത്തിന്റെ താല്പര്യം പരിരക്ഷിക്കുന്ന രീതിശാസ്ത്രം ഇല്ലാതെ പോയത് കൊണ്ടാണ് വൈരുദ്ധ്യങ്ങൾ സംഭവിക്കുന്നത്. അള്ളാഹു പറഞ്ഞത് ഈ അർത്ഥത്തിൽ നിങ്ങൾ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് നോക്ക്. വത്തഖൗ, അതനുസരിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുകയും ചെയ്തു നോക്ക്. എങ്കിൽ വ്യക്തി മാത്രമല്ല, കുടുംബം, സമൂഹം, രാഷ്ട്രം, സമുദായം എല്ലാം ലഫതഹ്നാ അലൈഹിം, അവർക്ക് വേണ്ടി നാം തുറന്നു കൊടുക്കും. ബറകാത്തിൻ, അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ, മിനസ് സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും. ആകാശം അവരോട് കനിയും, ഭൂമി അവർക്ക് വേണ്ടി വിളയും. ആകാശം അവരോട് കനിയും, ഭൂമി അവർക്ക് വേണ്ടി വിളയും എന്ന് പറഞ്ഞാൽ ഇഹലോകത്ത് ഐശ്വര്യമുണ്ടാകും. അവർ എല്ലാ അർത്ഥത്തിലും വളർച്ച പ്രാപിക്കും. വളർച്ചയുടെ ഉയർന്ന വിധാനത്തിലേക്ക് അവരെത്തും. ഇതാണ് ഒന്നാം സ്ഥാനത്ത് നാം പരിഗണിക്കേണ്ടത്. ബാക്കിയെല്ലാം 2, 3, 4 സ്ഥാനത്ത് വെച്ചിട്ട് മുൻഗണനാക്രമം തെറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിശ്വാസി സമൂഹത്തിന് കഴിയേണ്ടതായിരുന്നു. നമുക്ക് മുൻകഴിഞ്ഞു പോയ തലമുറ, അഹ്ലു കിതാബുകാരാകുന്ന ആ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായം, അവർ ഈ വഴിയിൽ നിന്ന് മാറി നിന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവരെ അകറ്റി നിർത്തിയിട്ട് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരു പുതിയ ഉമ്മത്ത് മുസ്ലിമെ ഭൂമുഖത്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പേരമകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാം മകനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ പേരപുത്രൻ യാക്കൂബ് നബി അലൈഹിസ്സലാം. ആ യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ പരമ്പരയിലൂടെ മാത്രം പ്രവാചകന്മാർ വന്നിരുന്ന, അവരിലൂടെ മാത്രം വേദങ്ങൾ ലഭ്യമായിരുന്ന, അവർ മാത്രം മതത്തിന്റെ ആളുകളായിരുന്ന നീണ്ട നൂറ്റാണ്ടുകൾക്കൊടുവിൽ അള്ളാഹു ഒരു ഇടപെടൽ നടത്തി. അവരെ മാറ്റി നിർത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മക്കയിൽ ജീവിച്ചിരുന്ന മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ സന്താന പരമ്പരയിൽ കുറെ നൂറ്റാണ്ട് ഇപ്പുറത്ത് നിൽക്കുന്ന ഖുറൈശിലെ മുഹമ്മദിനെ പ്രവാചകനായി നിശ്ചയിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരു പുതിയ ഉമ്മത്ത് മുസ്ലിമെ ലോകത്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. നിങ്ങൾ പറ്റില്ല, നിങ്ങൾ ഫിറ്റല്ല, നിങ്ങൾ ശരിയല്ല, നിങ്ങൾക്ക് ഇന്ന വീഴ്ചകൾ സംഭവിച്ചു എന്ന് അവരുടെ മുഖത്ത് നോക്കിയിട്ട് തമ്പുരാൻ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അவ்விதം പറഞ്ഞ ഭാഗത്തെ ഒരു സൂക്തമാണ് സൂറ അൽ മായിദയിലെ സൂക്തം. വലൗ അന്ന അഹ്ലൽ കിതാബ്, ആ മുസ്ലിം സമുദായമുണ്ടല്ലോ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ വേദക്കാർ, ആമനു അവർ യഥാവിധി വിശ്വാസം ഉൾക്കൊണ്ടിരുന്നു എങ്കിൽ, വത്തഖൗ അവർ യഥാവിധി നാഥന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിച്ചിരുന്നു എങ്കിൽ, ലകഫർനാ അൻഹും സയ്യിആതിഹിം അവർക്ക് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നാം അവർക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമായിരുന്നു എന്ന് മാത്രമല്ല, വല അദ്ഖൽനാഹും ജന്നാത്തിൻ നഈം ശാശ്വതമായ സ്വർഗത്തിൽ നാം അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അവർ ഈമാൻ ഉൾക്കൊണ്ടില്ല, തഖ്വ കൈകൊണ്ടില്ല. അതുകൊണ്ടവിടെ പാപങ്ങൾക്ക് അവർ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതികളായതുകൊണ്ടും ശിക്ഷ അനുഭവിക്കേണ്ടതിനാൽ നരകാവകാശികളായി തീരുമെന്ന് ഖുർആൻ പഠിപ്പിച്ചതിന് ന്യായം അവർ ഈമാൻ ഉൾക്കൊള്ളാത്തത് കൊണ്ടാ, തഖ്വ കൈകൊള്ളാത്തത് കൊണ്ടാ. അതുകൊണ്ട് മാറ്റി നിർത്തി എന്നാണ്. അങ്ങനെയാണ് മാറ്റി നിർത്തിയത്. പിന്നീടാണ് ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൂമുഖത്ത് കൊണ്ടുവന്നത്. ഇത് പഠിക്കേണ്ടുന്ന ഒരു ചരിത്രപരമായ പാഠമാണ്. എന്തുകൊണ്ട് അവരെ അള്ളാഹു മാറ്റി നിർത്തിയ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം ഈമാനും തഖ്വയും കൈകൊണ്ടില്ല എന്നാണ്. യഥാവിധിയുള്ള വിശ്വാസം, അതനുസരിച്ച ജീവിതം, നാഥന്റെ വിധിവിലക്കുകൾ പാലിച്ചു ജീവിത മൈതാനത്തിൽ പ്രയാണം ചെയ്യുക എന്ന ഈ അടിസ്ഥാനം കൈവിട്ടിടത്ത് ഒരു സമുദായവും തമ്പുരാനാൽ അനുഗ്രഹിക്കപ്പെടുകയില്ല. ഇഹലോകത്തും അനുഗ്രഹിക്കപ്പെടില്ല, പരലോകത്തും അനുഗ്രഹിക്കപ്പെടില്ല. പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ സ്വർഗം കണി കാണില്ല എന്ന. അവർ ഈമാനും തഖ്വയും ഉൾക്കൊണ്ട് ജീവിച്ചിരുന്നു എങ്കിൽ ലകഫർനാ അൻഹും സയ്യിആതിഹിം അവരുടെ എല്ലാ വീഴ്ചകളും നാം വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമായിരുന്നു. ഒരു സമുദായം ഒന്നടങ്കം സ്വർഗം പോകണമെങ്കിൽ കുറുക്കു വഴികളില്ല. എല്ലാ മുസ്ലിമീങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തും കൊണ്ട് സിറാത്ത് പാലം കടക്കുമെന്ന് ധരിച്ചു പോയത് അബദ്ധമാണ്. നമ്മെ ആരോ പറ്റിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ നാഥന്റെ മാർഗത്തിൽ വിശ്വാസികളെ ആരോ വഞ്ചിച്ചിരിക്കുന്നു. ഈ വഞ്ചനയിൽ പെട്ടുപോയത് കൊണ്ടാണ് ഈമാനും തഖ്വയും അറിഞ്ഞ് ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ജീവിത മൈതാനത്തിൽ വിജയിക്കാൻ കഴിയാതെ പോയത്. ഇബാദാത്തുകൾ അഭംഗുരം നടന്നുകൊണ്ടിരിക്കുന്നത്, ദിക്ർ ദുആ സംവിധാനങ്ങൾ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നത്, അത്തരം ക്രമങ്ങൾ സമുദായത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നത്, അമീബ പെരുകുന്നത് പോലെ ഈ ഒരവസ്ഥയിലേക്ക് എത്തിയത് മർമ്മം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാ. എങ്കിൽ ഒരു സമുദായം ഒന്നടങ്കം അവരുടെ വീഴ്ചകൾ പുറത്തു കിട്ടി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടണോ, അതിനൊരു വഴിയേ ഉള്ളൂ. അത് ഈമാൻ ഉൾക്കൊള്ളുകയും തഖ്വ കൈകൊള്ളുകയും ചെയ്യുകയാണ്. വിശ്വാസം ഉറപ്പിച്ച് ആദർശത്തിനനുസരിച്ച് ജീവിക്കുക, ആ ജീവിത മേഖലയിൽ അള്ളാഹുവിന്റെ കൽപ്പന നിരോധങ്ങളെ പാലിക്കുക. അങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു സമുദായം മാറിയാൽ ആ സമുദായം ഒന്നടങ്കം സ്വർഗത്തിലാ, ആ ഉമ്മത്ത് മുസ്ലിമ ഒന്നടങ്കം സ്വർഗത്തിലാ. അതിന് പറ്റില്ലെങ്കിൽ സ്വർഗം നേടാൻ വേറെ വഴികളില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഖുർആൻ, വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇവിടെ അവർ ഈമാനും തഖ്വയും ഉൾക്കൊണ്ടു എങ്കിൽ പാപങ്ങൾ പുറത്തു കൊടുത്ത് സ്വർഗത്തിലാക്കും എന്നാണ് പറഞ്ഞത് എങ്കിൽ അടുത്ത ആയത്തിൽ ഖുർആൻ പറയുന്നത് സൂറ അൽ മാഇദ 66-ാമത് സൂക്തം, വലൗ അന്നഹും അഖാമുത് തൗറാത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം അവർക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത തൗറാത്ത്, ഇൻജീൽ, ആ രണ്ട് വേദങ്ങളുമായി വന്ന പ്രവാചകന്മാരിലൂടെ ലഭ്യമായ മറ്റു നിർദ്ദേശങ്ങൾ അഥവാ അവരുടെ പ്രവാചകന്മാരുടെ സുന്നത്ത് അഥവാ കിതാബും സുന്നത്തും, തൗറാത്തും ഇഞ്ചിയിലുമാകുന്ന വേദഗ്രന്ഥവും അതുമായി വന്ന പ്രവാചകന്മാർക്ക് ലഭ്യമായ മറ്റു വഹീകൾ അഥവാ സുന്നത്തും, അത് രണ്ടിനെയും വലൗ അന്നഹും അഖാമു അവർ ജീവിതത്തിൽ സംസ്ഥാപിച്ചിരുന്നു എങ്കിൽ, കൽപ്പനാ നിരോധങ്ങളെ ജീവിതത്തിൽ സ്ഥാപിക്കണം. അത് കിതാബിൽ കിടന്നാൽ പോരാ,
അത് വായിക്കുന്നവന് അറിവായിട്ട് കേവലം ഇൻഫർമേഷനായി കിടന്നാൽ പോരാ. അത് ജീവിതത്തിൽ ഇഖാമത്ത് ചെയ്യുക, സ്ഥാപിക്കുക. ഇഖാമത്തുദ്ദീൻ, ജീവിതത്തിൽ ദീനിനെ സ്ഥാപിക്കുക, കുടുംബത്തിൽ ദീനിനെ സ്ഥാപിക്കുക, സമുദായത്തിനകത്ത് ദീനിനെ സ്ഥാപിക്കുക, സമുദായത്തിന്റെ സകല സംവിധാനങ്ങളും ദീനി അടിത്തറയിൽ മാറ്റിപ്പണിയുക. അങ്ങനെ ഒരു സമൂഹത്തിലും രാജ്യത്തും ദീനിനെ സ്ഥാപിക്കാൻ വേണ്ടി പണിയെടുക്കുക. അത്തരം ഒരവസ്ഥയിൽ വലൗ അന്നഹും അഖാമു തൗറാത്ത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം, അല്ലാഹു അവർക്ക് നൽകിയ വേദമാകുന്ന തൗറാത്ത്, പിന്നീട് നൽകിയ വേദമാകുന്ന ഇൻജീൽ, അതുമായി വന്ന പ്രവാചകന്മാർ നൽകിയ മറ്റു നിർദ്ദേശങ്ങൾ അഥവാ സുന്നത്ത്, അതിനെ യഥാവിധി അവർ സംസ്ഥാപിച്ചിരുന്നു എങ്കിൽ, ഇഖാമത്ത് ചെയ്തിരുന്നെങ്കിൽ, വായിച്ചിരുന്നു എങ്കിൽ എന്നല്ല, ഓതിയിരുന്നു എങ്കിൽ എന്നല്ല, അതനുസരിച്ച് ഇബാദാത്തുകൾ എടുത്തിരുന്നു എങ്കിൽ എന്നല്ല, അതിനെ ഓർത്തുകൊണ്ട് ചില സീസണൽ ഇബാദാത്തുകൾ മുഴുകിയാൽ എന്നല്ല, മറിച്ച് ജീവിതത്തിൽ സ്ഥാപിക്കണം എന്നാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആന്റെ ഈ പദത്തിൽ സംശയമുള്ളവർ പഠിക്കട്ടെ, അപ്പൊ മനസ്സിലാകും ഇത് വല്ലാത്തൊരു നിർദ്ദേശമാണെന്ന്. അങ്ങനെ അവർ അതിനെ ഇഖാമത്ത് ചെയ്തിരുന്നു എങ്കിൽ ലഅകലൂ മിൻ ഫൗഖിഹിം, ആകാശ ലോകത്തുനിന്ന് അവർക്ക് ഭക്ഷണം കിട്ടുമെന്നാണ്. വമിൻ തഹ്തി അർജുലിഹിം, കാൽ കീഴിൽ നിന്ന് വിഭവങ്ങൾ ഉണ്ടാകുമെന്നാണ്. ആകാശം കനിയും ഭൂമി വിളയുമെന്ന് പിന്നെയും ഖുർആൻ. ഒരു സമുദായം വളരാനും ഉയരാനും പച്ച പിടിച്ചു നിൽക്കാനും അവർ അജയ്യരായി തുടരാനും ഒരു വഴിയേ ഇസ്ലാമിലുള്ളൂ. ആ വഴിയെ വിട്ടിട്ട് മറ്റു വഴികൾ കൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചാൽ അത് ഓട്ടയടക്കലാവില്ല എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഈ സമുദായം മനസ്സിലാക്കണം. അതിനർത്ഥം മറ്റു വഴികളൊന്നും വേണ്ട എന്നല്ല. മുൻഗണനാക്രമം തെറ്റിപ്പോവരുത്. മുൻഗണനാക്രമം പാലിച്ചു വേണം ഈ സമുദായം മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് ഒന്നാമതായി ഈമാനും തഖ്വയും ഉൾക്കൊണ്ടുകൊണ്ട് സമുദായം ജീവിക്കണം. വ്യക്തികൾ മാത്രം ജീവിച്ചാൽ പോരാ. സമുദായത്തിലെ എല്ലാവരുടെയും ബാധ്യതയാണ് നമ്മുടെ കയ്യിൽ നാം കൈവശം വെച്ചിരിക്കുന്ന, വളഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാവരെയും ഈമാനും തഖ്വയിലും അധിഷ്ഠിതമായി ജീവിപ്പിക്കൽ. അതിനുശേഷമുള്ള നേട്ടം മതി നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ കൊണ്ട്. എങ്കിലേ ഈ സമുദായം രക്ഷപ്പെടൂ എന്ന് ഖുർആനാണ് പറയുന്നത്. നമുക്ക് തൽക്കാലം അത് ശ്രദ്ധിക്കേണ്ട ബാധ്യതയില്ല എന്നതുകൊണ്ട് മാത്രം നാം നയിച്ചുകൊണ്ടിരിക്കുന്ന സമുദായ അംഗങ്ങളെ ഈമാനിനും തഖ്വക്കും വിരുദ്ധമായ വഴിയിലേക്ക് തിരിച്ചുവിട്ടാൽ അവർ ചെയ്യുന്ന പാപത്തിന്റെ ഭാരം കഴുകിക്കളയാൻ ഈ കേരളത്തിലെ നദികൾ മതിയാവില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. വലിയ അബദ്ധമാണ് ഈ സമുദായം ചെയ്തിരിക്കുന്നത്. സമുദായ അംഗങ്ങളെ വളഞ്ഞു വെച്ചിട്ട് അവരെ ഈ അടിസ്ഥാനത്തിൽ നിലനിർത്തി വളർത്താൻ കഴിയാതെ പോവുകയും നമ്മുടെ താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുന്ന പണിയെടുക്കുകയും ചെയ്യുന്ന ഉസ്താദുമാരും ഉമറാക്കളും ഉലമാക്കളും ഉമറാക്കളും സംഘടനാ സംവിധാനങ്ങളും മറ്റു കൂട്ടായ്മകളും ശ്രദ്ധിക്കണം. നാം വലിയ അബദ്ധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ കുറ്റകരമായ സംഗതിയാണ് ചെയ്യുന്നത്. നമ്മൾ ബാക്കി എന്ത് രംഗത്ത് സമുദായത്തെ ഉയർത്തിയാലും സമുദായം അടിസ്ഥാനപരമായി വളരില്ല, ഉയരില്ല. നാഥൻ അവരോട് കനിയില്ല. കാരണം അവർ അർഹത നഷ്ടപ്പെടുത്തിയവരായിരിക്കുന്നു. അവർക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് ഇവിടെ ഊന്നണം, വിശ്വാസികൾ ഊന്നണം, സമുദായത്തിലെ സകല കൂട്ടായ്മകളും ഊന്നണം എന്നാണ് ഖുർആനി പഠിപ്പിക്കുന്ന പാഠം. അതുകൊണ്ട് ദീനിനനുസരിച്ച് ഈമാനും തഖ്വയും ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി നിലനിൽക്കുകയാണെങ്കിൽ അവർക്ക് അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുക്കും, സ്വർഗത്തിൽ പ്രവേശനവും നൽകും. സൂറ അൽ മാഇദ 65. ശേഷം അങ്ങനെ അവർ ജീവിച്ചാൽ ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം, ആകാശത്ത് നിന്ന് അള്ളാഹു വിഭവങ്ങൾ ഇറക്കി കൊടുത്തുകൊണ്ടേയിരിക്കും, ഭൂമിയിൽ നിന്ന് അവർക്ക് വിഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അഥവാ ഐഹികമായ ക്ഷേമവും പാരത്രികമായ രക്ഷയും ഒരുപോലെ കിട്ടാനുള്ള വഴി വ്യക്തിക്കും സമുദായത്തിനും സംഘങ്ങൾക്കും കൂട്ടായ്മകൾക്കും ഈമാനും തഖ്വയും ഉൾക്കൊള്ളുക, ഇഹ്സാൻ മുറുകെ പിടിച്ച് നിലകൊള്ളുക, ഇഖാമത്തുദ്ദീൻ, ആ ദീനിനെ വ്യക്തിയുടെ, കുടുംബത്തിന്റെ, സമുദായത്തിന്റെ, സമൂഹത്തിന്റെ ജീവിത മേഖല നിലനിർത്തുക എന്ന ഈ അടിസ്ഥാന പ്രവർത്തനമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഇത്രയും ആയാത്തുകളുടെ കണ്ണൊടിച്ചാൽ ഈമാൻ, തഖ്വ, ഇഹ്സാൻ, ഇഖാമത്തുദ്ദീൻ, വിശുദ്ധ ഖുർആന്റെ സവിശേഷമായ 4 സാങ്കേതിക ശബ്ദങ്ങളെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരും. ധാരാളം ഹദീസുകൾ, ഒരുപാട് വിശദാംശങ്ങൾ ഈ ആയാത്തുകളുടെ ഭാഗമായി വന്നിട്ടുണ്ട്. ഇത്രയും ഒരു ഉയർന്ന വിധാനത്തിലേക്ക് നമ്മെ ഉയർത്തലാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം. അതുകൊണ്ട് കേവലം ഒരു ആരാധന വരുന്നു, തൽക്കാലം നമ്മളൊന്ന് മാറേണ്ടതുണ്ട്. താൽക്കാലികമായി ഒരു മാസത്തെ മാറ്റം, അതുകൊണ്ട് വീടൊരുങ്ങി, പള്ളി ഒരുങ്ങി, സമുദായവും സമൂഹവും ഒരുങ്ങി, ഒരു മാസക്കാലം ഇനി നോമ്പ് തന്നെ, അതുമായി ബന്ധപ്പെട്ട എല്ലാം പെരുന്നാൾ കഴിയുന്നതോടുകൂടി നമുക്ക് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാം എന്ന മാനസികാവസ്ഥയിൽ ആരെങ്കിലും നോമ്പിനെ വരവേൽക്കാൻ ഒരുങ്ങി എങ്കിൽ അവരോട് തമ്പുരാന്റെ മലക്ക് പറയും, നീ പോയി പണി നോക്കടോ എന്ന്. ഹദീസ് ഇങ്ങനെയാണ്, വയാ ബാഗിയ ശർരി അദ്ബിർ, തിന്മയുടെ വക്താവേ നീ മാറി നിൽക്ക് എന്ന് മലക്ക് വിളിച്ചു പറയുമെന്നാണ്. റമളാൻ നാളെ ആരംഭിക്കാനിരിക്കുകയാണ്. അന്തരീക്ഷത്തിൽ ഈ വിളിയാളം മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
യാ ബാഗിയ ശർരി അദ്ബിർ, എത്ര തന്നെ അവസരം കിട്ടിയാലും ഇത്ര കൃത്യമായി കിതാബും സുന്നത്തും കർണപുടങ്ങളിൽ വന്ന് അലച്ചാലും നന്നാവാൻ കഴിയാത്തവനെ മാറിപ്പോ എന്ന് മലക്ക് വിളിച്ചു പറയുമെന്നാണ്. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുമ്പോ തമ്പുരാനെ ഭയന്ന് ഈ വഴിയിലേക്ക് മുഖം തിരിച്ചു വെച്ച് മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ പ്രോത്സാഹനവും നൽകും. വയാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മയാഗ്രഹിക്കുന്നവരെ മത്സരിച്ച് മുന്നോട്ട് വാ. ഈ വിളിയാളം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന വേളയിലാണ് നാം ഒരുമിച്ച് കൂടുന്ന ഓർമ്മ വേണം. അവിധം ഗൗരവതരമായിട്ട് കൂടുതൽ ഗൗരവത്തോടുകൂടി വിശുദ്ധ റമദാനിനെ വരവേൽക്കാനും അതിനെ ഉപയോഗപ്പെടുത്താനും ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും അതനുസരിച്ച് മുന്നേറാനും ഈമാനും തഖ്വയും മുറുകെ പിടിച്ച് ഇഹ്സാനിന്റെ പരിധിയിലേക്ക് വളരാൻ ശ്രമിച്ചുകൊണ്ടും ഭൂമിയിൽ നാം ജീവിക്കുന്ന കാലമത്രയും ദീനിനെ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഈ സമുദായത്തിലും സമൂഹത്തിലും സംസ്ഥാപിക്കാനുള്ള പരിശ്രമങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു രീതിശാസ്ത്രത്തിലേക്ക് നമ്മെ വളർത്തുകയാണ് റമദാൻ. യഥാവിധി പഠിച്ച് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നിയ്യത്ത് നിഷ്കളങ്കമാക്കി നിർത്തിക്കൊണ്ട് മുഖ്ലിസീന ലഹുദ്ദീൻ, പൂർണ്ണമായും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയരായി മുന്നോട്ട് പോയി ഈ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ നാഥൻ നമ്മെ തുണക്കുമാറാവട്ടെ. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, നാഥന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. ഒന്ന് രണ്ട് അറിയിപ്പുകൾ. വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് ഇന്നലെയായിരുന്നു ഷഅബാൻ 29. കഴിഞ്ഞ വർഷത്തെ പോലെ ഇപ്രാവശ്യവും നമ്മുടെ ആളുകൾക്ക് കണക്കിൽ പിഴച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഷഅബാൻ 29 ആയതിനാൽ മാസപ്പിറ നോക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ പള്ളി ചെയ്തിരുന്നു. ഇന്നലെ ഇവിടെയും കേരളത്തിലെവിടെയും മാസപ്പിറ കണ്ടില്ല. ഇന്ന് ഷഅബാൻ 30. അതനുസരിച്ച് നാളെ റമദാൻ 1. പ്രസ്താവന ഇന്ന് രാത്രിയെ കൊടുക്കൂ. പാളയം പള്ളിയുടെ ഒരു നിലപാടനുസരിച്ച് നമ്മളൊരു വിവാദം ആഗ്രഹിക്കാത്തത് കൊണ്ട് ഇന്ന് രാത്രി പ്രസ് റിലീസ് വരും. ഇൻഷാ അല്ലാഹ് നാളെ റമദാൻ 1. നോമ്പുമായി ബന്ധപ്പെട്ട് തറാവീഹ് ഇന്ന് രാത്രി ആരംഭിക്കും. 8:30 മണിക്ക് ഇശാ നമസ്കാരം, ശേഷം തറാവീഹ് നമസ്കാരം. നോമ്പ് തുറപ്പിക്കൽ പുണ്യകരമായ ഒരു സൽക്രമമാണെന്ന കാര്യം നമുക്കറിയാം. നമ്മുടെ പള്ളിയിലെ നോമ്പ് തുറ സംവിധാനത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. ഒരുപാട് പ്രദേശത്ത് നിന്ന് വരുന്ന ആളുകൾ ഇവിടെ നോമ്പ് തുറക്കാൻ എത്താറുണ്ട്. രാത്രി ഭക്ഷണം ഉൾപ്പെടെയുള്ള ഈ സംവിധാനത്തിന് മതിയായ സംഭാവന നൽകാൻ ആരും ഒരു മടിയും കാണിക്കരുത്. അത് ഇസ്ലാമിൻ്റെ ഒരു ഷിയാറാണ്. ഏത് ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്കും ഇന്നടത്ത് പോയാൽ നോമ്പ് തുറക്കാം, അത്താഴം കഴിക്കാം എന്നത് ഇസ്ലാമിൻ്റെ ഒരു ചൈതന്യവും നോമ്പെടുക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ജീവിക്കുന്ന ലക്ഷണവുമാണ്. അതുകൊണ്ട് നമ്മുടെ നോമ്പ് തുറക്കഞ്ഞിയും മറ്റു കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നതിന് വേണ്ടി മതിയായ അളവിൽ നിങ്ങളുടെ സംഭാവനകൾ ലഭ്യമാകണം. ഇനിയും മിമ്പറിൽ വെച്ച് ഇത് പറയാൻ ഇടവരാത്ത വിധം ആ കാര്യത്തിൽ എൻ്റെ സഹോദരന്മാർ ശ്രദ്ധിക്കണം. നോമ്പുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ പതിവ് പോലെ ഇവിടെ നടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നിർവഹിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് അർഹമായ പ്രതിഫലവും നല്ല പ്രതികരണങ്ങളും ഇഹലോകത്തും പരലോകത്തും ലഭ്യമാക്കുമാറ് നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അർളാനിൽ ഖുലഫാഇർ റാഷിദീൻ വ ഉമറാഇൽ മുർഷിദീൻ അൻ അബീ ബക്കറിൻ സിദ്ദീഖ് വ ഉമർ ഇബ്നുൽ ഖത്താബ് വ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വ അലി ഇബ്നു അബീ ത്വാലിബ് വ അമ്മി നബിക ഹംസത വൽ അബ്ബാസ് വ ബഖിയത്തി സ്വഹാബത്തി വൽ ഖറാബത്തി വത് താബിഈന കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم.